ഇതിനിടയിൽ എൻ്റെ പുസ്തകം വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല. വസ്തുതകളെല്ലാം ഞാൻ ശേഖരിച്ച് ഇപ്പോഴത്തെ ഈ സ്വർണത്തിൻ്റെ ആരോപണത്തോട് ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കിയ പുസ്തകമാണ്. അതിപ്പോഴ് കോഴിക്കോട്ടെ പൂർണ്ണ പബ്ലിക്കേഷനാണ് അത് പുറത്തിറക്കിയത്. ഇന്നലെ അത് എറണാകുളത്ത് വെച്ച് റിലീസ് ചെയ്യപ്പെട്ടു. അതിനെ തുടർന്ന് രണ്ട് മുന്നണികളിലും പെട്ടവർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. പലതും സത്യവിരുദ്ധമാണ്, പലതും പ്രകോപനകരമാണ്, വിശ്വാസികളെ വെല്ലുവിളിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. CPM-ൻ്റെയും ഇന്നലെ CPI-യുടെയും ഇന്ന് CPM-ൻ്റെയും സംസ്ഥാന സെക്രട്ടറിമാർ സ്വീകരിച്ച നിലപാട് അത്യന്തം പ്രകോപനപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തന്ത്രിയെ ജാമ്യം നൽകി വിട്ടയച്ചു. 91 പേജുള്ള ഒരു ജാമ്യം അനുവദിക്കുന്ന ഇത്രയും വലിപ്പത്തിലുള്ള ഇത്രയും കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ഒരു ജഡ്ജ്മെൻറ്റ്, സാധാ ജഡ്ജ്മെൻറ്റ്, അതിൻ്റെ ഓർഡർ എന്നാണ് പറയുക, ജഡ്ജ്മെൻറ്റ് പറയില്ല, ഓർഡർ അപൂർവമാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ, ദർ ഇസ് നോ അയോട്ട ഓഫ് എവിഡൻസ് അഗൻസ്റ്റ് ഹിം. അപ്പോൾ അതിനർത്ഥം ഒരു ശകലം, അതിനൊരല്പം പോലും, ശകലങ്ങൾ പോലും ഇല്ലാത്ത എവിഡൻസ്, ഒരു പോയിന്റിലും ഒരു സൂചന പോലും ഇല്ലാത്ത എവിഡൻസ് എന്നാണല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാനത് വായിച്ചുകൊണ്ടാണ് അയോട്ട ഓഫ് എവിഡൻസ് പറഞ്ഞു. ശരിയാണ്, ശബരിമല വ്രതം 41 ദിവസമാണ്. 41ാമത്തെ ദിവസത്തിലാണ് സാധാരണ വ്രതം 1-ാം തീയതി വൃശ്ചികം 1 തുടങ്ങും, 41-നാണ് അത് അവസാനിക്കുന്നത്. അതിൽ അദ്ദേഹം 41ാം ദിവസമായപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് 41ാം ദിവസം പോരാൻ സാധിച്ചു. ഞാനാണ് അദ്ദേഹത്തെ ആദ്യമായി സന്ദർശിച്ച രാഷ്ട്രീയ നേതാവ്. എനിക്കൊരു കടപ്പാട് കൂടിയിട്ട് അദ്ദേഹത്തോട്. ആ കടപ്പാട് ഈ പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ അതാണ്. ആ ചാപ്റ്റർ ഞാൻ മനസ്സിലാക്കുന്നു അതിനോടുള്ള പ്രതിഷേധമാണ്. അന്ന് അവരാഗ്രഹിച്ചത് ഇപ്പം നടപ്പാക്കുകയാണ് ചെയ്യുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും ആളുകളെ റിമാൻഡ് ചെയ്ത, റിമാൻഡ് ഓർഡർ എഴുതിയ, ജാമ്യം നിഷേധിച്ച അതേ ന്യായാധിപൻ ഇതെല്ലാം പരിഗണിച്ച ശേഷം ദർ ഇസ് നോ അയോട്ട ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ നിയമത്തിനോട് ബന്ധപ്പെട്ടവർക്കറിയാം, അങ്ങനൊരു കോടതി പറഞ്ഞാൽ അതിനപ്പുറം എന്താ പറയേണ്ടതായിട്ടുള്ളത്? അതിനെ ഇന്നലെ CPI-യും ബിനോയ് വിശ്വവും ഇന്ന് ഗോവിന്ദൻ മാഷും നടത്തിയിട്ടുള്ള, അയാൾ കൊടും കുറ്റവാളിയാണെന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് ഒരാൾ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരാൾ ചോദിച്ചു, ശ്രീധരൻപിള്ള ഉപദേശം കൊടുത്തു, അപ്പോൾ ദൈവത്തിന് മുകളിലാണോ എന്ന് ബിനോയ് വിശ്വം ഇന്നലെ ചോദിച്ചു. അപ്പം ഞാൻ ദൈവത്തിന് മുകളിലല്ല, എന്ന് ദൈവദാസനാണ്. ഞാൻ ഒരിക്കലും ദൈവത്തിൻ്റെ മുകളിലായിട്ട് നിന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നയിച്ച സമരം അന്ന് പല ഘട്ടങ്ങളിലും സർക്കാരിനെ പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചത്. ഇതിൽ ശബരിമല നട അടച്ചിടാൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള തന്ത്രിക്ക് നൽകിയ ഉപദേശം കോടതിയെ ലക്ഷ്യമല്ല എന്നൊരു ചാപ്റ്ററുണ്ട്. എൻ്റെ കയ്യിൽ 10-20 പുസ്തകമേ ഉള്ളൂ, അതിവിടെ തരാം, എല്ലാവരും വായിക്കുമായിരിക്കും, വായിക്കേണ്ടവർക്ക് വായിക്കാം. തന്ത്രി അന്നെടുത്ത ഒരു നിലപാട് കൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഗൂഢശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ സാധിച്ചത്. കാരണം 2 സ്ത്രീകളെ, രഹന ഫാത്തിമയെയും കവിത മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരെയും വരുന്നു. ഈ വിധി വന്ന ഉടനെ തന്നെ ഞങ്ങൾ നടപ്പാക്കും. വായിക്കാൻ പോലും നിന്നില്ല. ഈ പുസ്തകത്തിൻ്റെ 6-ാമത്തെ 7-ാമത്തെ പേജിലുണ്ട് ഓരോരുത്തരും കമൻ്റ് എന്തായിരുന്നു എന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കമൻ്റ് എന്തായിരുന്നു, CPM-ൻ്റെ കമൻ്റ് എന്തായിരുന്നു എന്നുള്ളത് ഞാനതിലേക്ക് വായിക്കാനൊന്നും സമയം എടുക്കുന്നില്ല. ബ്രീഫായിട്ട് നിങ്ങളെ ഒന്ന് കാണണം എന്നുള്ളതുകൊണ്ട് ഞായറാഴ്ച ദിവസം ഇത് പറയാനിടയായതാണ്.